നമസ്തേ. പ്രയാഗ്രാജ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് കിട്ടിയ അമൃതകുംഭത്തിന്റെ ധന്യത പങ്കുവയ്ക്കുവാൻ കേരളത്തിൽ നിന്ന് പോയ 21 അംഗ സന്യാസി വര്യന്മാർ തിരികെ നാട്ടിലെത്തി. മടങ്ങിയെത്തിയ സന്യാസി വര്യന്മാർക്ക് പാലക്കാട്, തൃശൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭക്തജനങ്ങളും സംഘടനകളും ചേർന്ന് സ്വീകരണം നടത്തി. തീർത്ഥസ്നാനം കഴിഞ്ഞ് എത്തിയ സന്യാസി ശ്രേഷ്ഠന്മാർ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലക്കാടിന്റെ സംഘത്തിന്റെയും വിവിധ കാര്യകർത്തങ്ങൾ ഒരുമിച്ച് അവരെ പൗരാവലിയോടുകൂടി സ്വീകരിച്ച് അവരെ മാലയിട്ട് സ്വീകരിക്കുകയും അവരെ പാദസ്പർശിക്കൊണ്ട് നമ്മുടെ ഭൂമിയും പുണ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംപൂജ്യ സ്വാമിജിമാർ ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു വിവരം എല്ലാവർക്കും മനസ്സിലാക്കുവാനും ഈ ഒരു പുണ്യഭൂമിയെ നമുക്കും ഇവിടെ ദർശനം തന്ന എല്ലാ സന്യാസിമാരുടെയും അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവരി 21 പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു പുണ്യസ്നാനത്തിനായി 21 അംഗ സന്യാസി സംഘം കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. പ്രയാഗ്രാജിലെത്തിയ സന്യാസിമാർ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കിയ സെക്ടർ 18-ലുള്ള ടെന്റുകളിലാണ് താമസിച്ചിരുന്നത്. സന്ത് സമ്മേളനം, യുവസന്യാസിമാരുടെ സമ്മേളനം, സന്യാസിനി സമ്മേളനം, കേന്ദ്രീയ മാർഗദർശക് മണ്ഡല യോഗം, ധർമ്മ സൻസദ് എന്നിവയ്ക്ക് പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ചിന്മയ മിഷൻ, അഭേദാമയ ആശ്രമം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സത്സംഗ വേദികൾ സന്ദർശിക്കുകയും യതീപൂജയിൽ പങ്കാളികളാകുകയും ചെയ്തു. അതേപോലെ തന്നെ ചിദാനന്ദപുരി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സൽസ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠർ നിയുക്ത മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികളുടെ കാളികാമഠം സന്ദർശിച്ച സത്സംഗങ്ങൾ നടത്തി. ജനുവരി 28 മടക്കയാത്ര തുടങ്ങിയ സന്യാസിമാർ നാഗ്പൂരിലെത്തി ദക്ഷിണ ഭാരത അസോസിയേഷൻ ഒരുക്കിയ കെട്ടിടത്തിൽ വിശ്രമിക്കുകയും ശേഷം RSS കാര്യാലയത്തിലെത്തി സർസംഘചാലക് മോഹൻ ഭാഗവത് ജിയുമായി സംസാരിക്കുകയും ചെയ്തു. ജനുവരി 30 വെളുപ്പിന് 4:30 നാഗ്പൂരിൽ നിന്നും തിരിച്ച സംഘം 31 രാവിലെ 11 മണിക്ക് എറണാകുളത്തെത്തി അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങി. പൂജനീയ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഭാരതവർഷം നാളിതുവരെയും ഒരു പരമ്പരകളിലൂടെ നൽകിയിട്ടുള്ള അറിവ്, വിദ്യ എന്ന മഹാ അമൃത് നുകർന്നുകൊണ്ടാണ് പൂജനീയ സന്യാസിമാരൊക്കെ തന്നെയും ഈ തീർത്ഥസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ മടങ്ങി വന്നിട്ടുള്ളൂ. ഭാരതത്തിന്റെ ആർജവം അത്രയും നിഴലിക്കുന്നതായിരുന്നു ഈ കുംഭമേള എന്നതിൽ എല്ലാവരുടെയും അനുഭവം അതാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. നിറഞ്ഞ ഭാരതം, സമൃദ്ധമായ ഭാരതം, അതെല്ലാം അനുഭവിച്ചിട്ടാണ് കേരളത്തിലെ ഓരോ സന്യാസിമാരും ആ പഴയ അഭിമാനത്തിൽ നിന്ന് കുറെ കൂടി വലിയ അഭിമാനികളായിട്ടാണ് കേരളത്തിലെ സന്യാസിമാര് ഇവിടെ നമ്മൾ മടങ്ങി വന്നിട്ടുള്ളത്. ആ ഒരു ആർജവം കേരളത്തിൽ എല്ലാവരിലേക്ക് പകരപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരേ ഉണർവോടുകൂടി, ഇപ്പൻ ഉണർവോടുകൂടി പുതിയ ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കാം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന്